ത്രിയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ക്രിസ്തു സ്ഥാപിച്ച സഭയിലെ ക്രിസ്തുവിനാൽ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടാത്ത വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. എന്നാൽ സഭ എന്ത്, അതിലെ ആചാര അനുഷ്ഠാനങ്ങൾ എന്ത് എന്നൊക്കെ പൗലോസ് ലീഹ തൻ്റെ കൊരിന്ത ലേഖനത്തിലൂടെ വെളിപ്പെടുത്തുന്നു. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി എനിക്ക് ലഭിച്ചിരിക്കുന്ന വിഷയം 2 കൊരിന്ത്യർ 3:2, ഞങ്ങൾ ക്രിസ്തുവിന്റെ ജീവനുള്ള അക്ഷരങ്ങൾ. പൗലോസ് അപ്പോസ്തല പദവി എടുക്കുന്നതിനെ പറ്റിയും സ്വയം അഭിപ്രായം പറയുന്നതിനെ പറ്റിയും പൗലോസിനെതിരെ ചിലർ അപവാദം പറഞ്ഞിരുന്നു. അതേപോലെ പൗലോസ് കൊരിന്ത്യയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന ശുപാർശ കത്ത് ചോദിച്ചിരിക്കാം. അപ്പോൾ പൗലോസ് പറയുന്ന മറുപടിയാണ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ എഴുതിയതായി നിങ്ങൾ കാണുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. അതെ, കൊരിന്ത്യരാണ് പൗലോസ് ലീഹയുടെ പത്രം. ലോകമെങ്ങും വായിക്കുന്നതുമായ പത്രമാണ് കൊരിന്ത്യ ലേഖനം. കൊരിന്ത്യരെ ജീവനുള്ള അക്ഷരങ്ങൾ അഥവാ പത്രം എന്ന് പൗലോസ് പറയുന്നതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഹൃദയങ്ങൾ എഴുതിയ പത്രം അഥവാ അക്ഷരമാണ് കൊരിന്ത്യർ. സ്ലീഹായുടെ സുവിശേഷ വിലയുടെ ഫലമായി ലഭിച്ചതാണ് കൊരിന്ത്യ സഭ. അത് ഏത് നേരവും അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നതുമായിരുന്നു. രണ്ടാമതായി, ഈ കൊരിന്ത്യർ എന്ന് പറയുന്നത് ദൈവിക ദാനത്താൽ ലഭിച്ചതാണ്. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിന്റെയും അവന്റെ സഭയുടെയും പരസ്യങ്ങളാണ്. ക്രിസ്തുവിന്റെയും സഭയുടെയും പരസ്യമായ ഇതിനെപ്പറ്റി പൗലോസ് ലീഹ വളരെയേറെ സന്തോഷത്തോടാണ് പറഞ്ഞിരുന്നത്. മൂന്നാമതായി, ദൈവിക ദാനമാണ് കൊരിന്ത്യ സഭ. അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ നിങ്ങളുടെ പത്രം നിങ്ങളാൽ വെളിപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന്. 2 കൊരിന്ത്യർ 3:3 പറയുന്നു, ഇത് വെറും കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപലകയിലാണ് എഴുതിയിരിക്കുന്നത്. നാലാമതായി, കൊരിന്ത്യർ അതിമഹത്തായ തേജസ്സോട് കൂടിയവരാണ്. പുറപ്പാട് പുസ്തകം 31 മോശ ന്യായപ്രമാണം എഴുതിയ കൽപ്പലക വാങ്ങുവാൻ പോയപ്പോൾ മോശയുടെ മുഖം തേജസ്സുറ്റതായിരുന്നു. എന്നാൽ ആത്മാവിൽ ജനിച്ച കൊരിന്ത്യരുടെ മുഖം തേജസ്സേറിയതായിരുന്നു. ആയതിനാൽ ചുരുക്കത്തിൽ പൗലോസ് ലീഹ പറയുന്നത് എല്ലാ സമൂഹത്തോടും സഭകളോടുമാണ്. 1 കൊരിന്ത്യർ 9:1 പറയുന്നു, കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ എന്ന്. അതേപോലെ തന്നെ 1 കൊരിന്ത്യർ 9:2 പറയുന്നു, കർത്താവിൽ എൻ്റെ അപ്പോസ്തലത്വത്തിന്റെ മുദ്ര നിങ്ങളല്ലയോ എന്ന്. ആകയാൽ ആത്മാവിൽ ജനിച്ചവരായി ഈ കൊരിന്ത്യരെ പോലെ നമുക്കേവർക്കും ദൈവത്തിന്റെ എഴുതപ്പെട്ട അക്ഷരമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സാധ്യമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കത്തിൽ നിന്ന് വിരമിക്കുന്നു.